തിരുവനന്തപുരം മംഗലപുരം ഗ്രാമപഞ്ചായത്തിൽ NDA, LDF, UDF കക്ഷിനില തുല്യമായതോടെ ആര് പഞ്ചായത്ത് ഭരിക്കുമെന്നത് നിർണായകം. കോൺഗ്രസ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച ശ്രീചന്ദ് ആരെ പിന്തുണയ്ക്കുമെന്നതാണ് നിർണായകമാവുക. എന്നാൽ മറ്റു രണ്ട് കക്ഷികളും തന്നെ സമീപിച്ചെങ്കിലും UDF നേതൃത്വം തന്റെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് കോൺഗ്രസ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ശ്രീചന്ദ്. നാളുകളായി LDF ഭരിക്കുന്ന പഞ്ചായത്താണ് മംഗലപുരം. 22 വാർഡുകളുള്ള മംഗലപുരം ഗ്രാമപഞ്ചായത്തിലെ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള കക്ഷിനില LDF 7, കോൺഗ്രസ് 7, BJP 7, ഒരു സ്വതന്ത്രൻ എന്നിങ്ങനെയാണ്. 3 മുന്നണികളിൽ ആർക്കെങ്കിലും ഭരണം നേടണമെങ്കിൽ സ്വതന്ത്രന്റെ സഹായം വേണം. മംഗലപുരം ഗ്രാമപഞ്ചായത്തിലെ മുരിക്കുംപുഴ 14-ാം വാർഡിലാണ് ശ്രീചന്ദ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചത്. കോൺഗ്രസ് അനുഭാവിയും കഴിഞ്ഞ തവണ വാർഡ് മെമ്പറും യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം വൈസ് പ്രസിഡന്റുമായ ശ്രീചന്ദിന് പഞ്ചായത്തിൽ മാറ്റം വരണമെന്നും കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്നുമാണ് ആഗ്രഹം. എന്നാൽ മറ്റു രണ്ട് മുന്നണികളും പ്രത്യക്ഷമായും പരോക്ഷമായും തന്റെ പിന്തുണയ്ക്കായി സമീപിച്ചെന്നും കോൺഗ്രസ് നേതൃത്വമോ ഭാരവാഹികളോ ഇതുവരെയും ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ലെന്നുമാണ് ശ്രീചന്ദ് പറയുന്നത്. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുകൊണ്ട് UDF-ൽ ഇവിടെ ഒരു ഭരണസമിതി ഉണ്ടാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ മുന്നണിയിൽ നിന്ന് ഇതുവരെ പ്രാദേശികമായിട്ടുള്ള നേതാക്കൾ ആരും തന്നെ നമ്മളെ സമീപിച്ചിട്ടില്ല. ബാക്കി രണ്ട് മുന്നണികളും എന്നോട് ചേർന്ന് നിൽക്കുന്ന എന്റെ കൂടെ പ്രവർത്തിച്ചവരുമായിട്ടൊക്കെ സംസാരിച്ചു. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് ചില വ്യക്തി താല്പര്യങ്ങൾ കൊണ്ട് മാത്രമാണെന്ന് ശ്രീചന്ദ് പറയുന്നു. പ്രാദേശികമായി ചിലരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പഞ്ചായത്ത് ഭരണം മറ്റു മുന്നണികൾക്ക് തീരെഴുതി കൊടുക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. അത് തീർത്തും ശരിയായിട്ടുള്ള നടപടിയല്ല. പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി KPCC-ക്കും DCC-ക്കും കത്ത് നൽകിയെങ്കിലും ഇതുവരെയും ഒരു പ്രതികരണവും ഉണ്ടായില്ല. ഇനിയും നേതൃത്വത്തിന് താല്പര്യമില്ലാത്ത പക്ഷം ഒരു കോൺഗ്രസ് അനുഭാവിയായ തനിക്ക് പഞ്ചായത്തിൽ അധികാരമുറപ്പിക്കാൻ മറ്റു വഴികൾ തേടേണ്ടി വരുമെന്ന് ശ്രീചന്ദ് തുറന്നടിച്ചു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.